വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുക. ആറ്റിന്റെ സൈഡിൽ കൂടെ പോകാനുള്ള വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക. നമ്മ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാന്ന് വെച്ചാൽ കുറെ പ്രാവശ്യം അമ്പലത്തിൽ പോകണമെന്ന് വെച്ചാൽ നടന്നിട്ടില്ല. എപ്പോഴും മുടക്ക് വന്ന് പോവാണ്. ഇപ്രാവശ്യം മുടക്കില്ലാതിരിക്കുന്ന പ്രതീക്ഷ പോയി തൊഴുതാം. ദൈവം സഹായിച്ച് നമുക്ക് ഇന്ന് എന്തായാലും ഫുഡ് ചക്കയും പൈനാപ്പിളൊക്കെ കിട്ടിയല്ലേ. അപ്പൊ ദൈവത്തോട് നന്ദിയൊക്കെ പറയണം. അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകണം. നമ്മൾ തിരിച്ചു വരുമ്പോൾ ലേറ്റ് ആവാൻ സംശയമുണ്ട് ഗൈസ്. കാരണം ഓൾറെഡി സമയം പോലെ 4:30 ആയി. എനിക്ക് ഇരുട്ടുമ്പോൾ തിരിച്ചു മറ്റും അറിയില്ല, നോക്കാം. ഇതും ഒരു കടവാണ് ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് കുളിക്കാറില്ല. അത് ഓരോ സൈഡിലും ആൾക്കാർ ഓരോ സൈഡിൽ കല്ലിട്ടേക്കാൻ സുഖമാണത്. അതുകൊണ്ടാണ് ശ്രുതിക്കാർ അങ്ങനെയാണ്. ആ നേരെ കാണാൻ അമ്പലം. ശ്രുതിയുടെ വല്യമ്മയുടെ വീട്ടിൽ പോയിട്ട് പോകുന്നു വെച്ചാൽ ശ്രുതി അങ്ങോട്ട് പോകുന്നു. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ശ്രുതി പോയി നോക്കി ഗൈസ്. മുകളിലാണ് അമ്പലം തുറന്നിട്ടില്ല, സമയമാവുന്നേ ഉള്ളൂ. വെയിറ്റിംഗ് ആണ്. ആ നിൽക്കുന്ന വല്യച്ഛനാണ് അമ്പലം തുറക്കുന്നത്. ശ്രുതിയുടെ ബന്ധത്തിലെന്തുമാണ്. ഇതാണ് അമ്പലം ഗൈസ്. ഇതാണ് ഗൈസ് അമ്പലത്തിന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ. ശ്രുതിക്കൂടെ നേർച്ചയുണ്ട്. അപ്പോൾ 16-ാം തീയതി ഇവിടെ കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. നോക്കട്ടെ ഗൈസ്. ഇവിടുത്തെ ദേവിയുടെ പ്രതിഷ്ഠ നുടുപ്പുര അമ്മച്ചിയാണ്. വീഡിയോ എടുക്കാൻ പാടാൻ തോന്നുന്നു.